ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളുടെ പുതിയതിലോട്ട് സ്വാഗതം. അപ്പം ആരെങ്കിലും നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഇൻട്രോ പറയാൻ ഞാനില്ല കേട്ടോ, സിത്തു നിച്ചു മാത്രമേ ഉള്ളൂ. ഇന്ന് അവർ നിച്ചു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, കാരണം അവരെ സ്കൂളിൽ ഇന്ന് എലക്ഷനാണ്. നിച്ചു ആദ്യമായിട്ടാണ് കേട്ടോ എലക്ഷൻ എടുക്കുന്നത്. അപ്പോൾ സിത്തു പ്രാവശ്യം എടുത്തിരിക്കണം. അപ്പം നേരെ സ്കൂൾക്ക് പോയാലോ. പിന്നെ അതാ എലക്ഷന് നിൽക്കുന്നവരൊക്കെ പത്രിക സമർപ്പിക്കുന്നുണ്ട് HMൻ്റെ അടുത്ത്. അപ്പം സെലക്ട് ചെയ്തവർ ഈ 4 പേരാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പം ആരാ ജയിച്ചത് നമുക്ക് നോക്കാം. ആദ്യം അവർ ചിഹ്നവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ ക്ലാസ്സിൽ പോയിട്ട് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇന്ന് ചിഹ്നമാണ് എൻ്റേത്, വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ 4 ആൾക്കാർ സെലക്ട് ചെയ്തതിൽ 4 പേരും ഇങ്ങനെ ഓരോരോ ക്ലാസ്സിൽ പോയി ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ സിത്തുവിൻ്റെ ക്ലാസ്സിലേക്ക് നേരെ കയറിയിട്ടുണ്ട്. പിന്നെ 4 ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ബാറ്റ്, പിന്നെ എന്തൊരു ബുക്കും ബോളും പിന്നെ ക്ലോക്കും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ 4 ചിഹ്നങ്ങൾ 4 ആൾക്കാർക്ക്. പിന്നെ അവിടെ ഇരിക്കുന്നത് സെറീൻ ടീച്ചറാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ മാഷുമാരെ ടീച്ചേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത പറഞ്ഞാൽ അവരെന്തൊരു കാര്യം വന്നാലും അത് അടിപൊളിയാക്കി കളർഫുള്ളാക്കി സെറ്റാക്കിയിട്ട് നമ്മളെ കൈക്ക് തരും. അപ്പം ഇത് എലക്ഷൻ്റെ 2ാമത്തെ ദിവസമാണ്. അത് ഫസ്റ്റത്തെ ദിവസം ഇതിൽ ജീപ്പിലൊക്കെ എലക്ഷൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറേ കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് കേട്ടത്, എന്തെങ്കിലും തകരാറോ കാര്യങ്ങളോ ഉണ്ടെന്നുള്ള ചെക്ക് ചെയ്യുന്നതാണിത്. അങ്ങനെ അവരിതാ ചെക്കൊക്കെ ചെയ്ത് പിന്നെ കുറേ കുട്ടികളിതാ വോട്ടെടുക്കാനുള്ള ആ ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ കുറേ ആൾക്കാർ വോട്ട് ചെയ്തവരും ഉണ്ട് കേട്ടോ അങ്ങനെ വരി നിൽക്കുന്നതിൽ. പിന്നെ അത് ഞാൻ കാണിച്ചു തരാം. വോട്ടെടുക്കുന്ന ഷീറ്റ് ഇങ്ങനെയാണ് കേട്ടുണ്ടാവുക. ഓരോരുത്തരുടെ പേരൊക്കെ എഴുതിയിട്ട് മുകളിലുള്ളത് നിച്ചുവിൻ്റെതാണ്. പിന്നെ അത് അവർ ലാസ്റ്റുള്ള വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞ് മിഷനും കൊണ്ട് നേരെ വോട്ട് എണ്ണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് വോട്ട് എണ്ണുന്ന ഒരു രംഗം എന്ന് പറയുന്നത്. അപ്പം മത്സരിച്ചാലൊക്കെ റിസൾട്ട് നോക്കാൻ വേണ്ടി പോവാണ്, ആരാ ജയിച്ചത് എന്നുള്ളത്. അപ്പോൾ ഇതാക്കണ റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ജയിച്ചത് സിയാണ്. സിക്ക് 90 വോട്ട് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ 142 കുട്ടികൾ വന്നിട്ടില്ലായിരുന്നു, അധികം കുട്ടികളൊന്നും വന്നിട്ടില്ല. കുറേ കുട്ടികൾക്ക് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പനിയും അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുള്ളൂ. അങ്ങനെ സിയാണ് ജയിച്ചത്. സിത്തു നിച്ചും സിയക്കാണ് വോട്ട് ചെയ്തത്. സടകുടകണ നേതാവ്, നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്. ചുവരകടിക മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, വഴിയരികില് വാക്കേറ്റം, വോട്ടിനു വേണ്ടി നെട്ടോട്ടം. ഇരുകൈകൂപ്പി ചിരിശി കാട്ടി വരുമെല്ലാരും, ഇടതായാലും വലതായാലും ഒരുപോലല്ലേ. വരി നിന്നിട്ടു ജനമൊന്നായി വിധിയേകുന്നു, ഫലമെണ്ണുമ്പോൾ അതിലൊന്നാമൻ ജനരാജാവ്. നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, അത്തിമറിക്കണ ദുനിയാവ്. ചുവരകൃതയ മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, വഴിയരികില് വാക്കേറ്റം, വോട്ടിനു വേണ്ടി നെട്ടോട്ടം. കൊടിക്കൂറ വേറെ വേറെ, വഴിത്താര വേറെ വേറെ, ഒരു ലക്ഷ്യമാണെന്നാലും ജനഭരണം. നിരത്തുന്ന വാഗ്ദാനങ്ങൾ നിലയ്ക്കാതെ ആഘോഷങ്ങൾ നടത്താൻ മണ്ഡലമോ. അപ്പം ഇത്രയേ